പാർട്ടി അങ്ങനെ ഒരു തിരുത്താനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് വെച്ചാൽ, പാർട്ടി പല ഘട്ടത്തിലും തിരുത്തൽ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. തെറ്റ് തിരുത്തൽ ക്യാമ്പയിൻ എന്നാണ് പറയുക. തെരഞ്ഞെടുപ്പ് തോറ്റെടുത്ത് മാത്രമല്ല, പാർട്ടിയുടെ ചരിത്രത്തിൻ്റെ വലിയൊരു രേഖയുണ്ട്. സാൽക്യ എന്ന് പറഞ്ഞ ഹൗറയിലാണ് സാൽക്യ പ്ലീൻ എന്ന് പറയും. വലിയ രേഖയാണ്. അതിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാവാൻ പാടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാവാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി ചർച്ച ചെയ്ത് അംഗീകരിച്ച രേഖയാണ്. അവരുടെ സ്വഭാവത്തിലായാലും വ്യക്തിപരമായ ജീവിതത്തിലായാലും പൊതുവെ ഏത് കാര്യത്തിനെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്ത രേഖയാണ് സാൽക്യ തിരുത്തൽ. കാരണം പാർട്ടിക്കകത്ത് പല ജീർണതകളും വന്നൊരു ഘട്ടത്തിൽ അത് പ്രത്യേകം പ്ലീനം ചേർന്ന് ചർച്ച ചെയ്തത് അതിലൊക്കെ പങ്കെടുത്ത ആളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചർച്ച വളരെ. ഇനി അതിന് പുറമെ സ്റ്റേറ്റ് പ്ലീനം നടന്നിട്ട് പാലക്കാട് വെച്ചിട്ട്, ഈ കേരളത്തിൻ്റെ സ്റ്റേറ്റ് പ്ലീൻ, ഇത് തെറ്റ് തിരുത്തലില്ല. അതിലും എല്ലാ വശവും ചർച്ച ചെയ്തിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക, വളരെ മാതൃകാപരമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മാറേണ്ടതാണ് അത് തിരുത്തൽ അംഗീകരിച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഇതെല്ലാം ചർച്ച ചെയ്തു, താഴെ എല്ലാ ഘടകങ്ങളും റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് വെറും അധര വ്യായാമം എന്നല്ലാതെ ഒരാളും ഒരു തെറ്റും തെറ്റിയില്ല. സംഭാവന പിരിക്കുന്ന കാര്യത്തിൽ പോലും ചർച്ച ചെയ്തിട്ടുണ്ട്. ലോക്കൽ കമ്മിറ്റി ഇത്രയേ വാങ്ങാൻ പാടുള്ളൂ, ഏരിയ ഇത്രയേ വാങ്ങാൻ പാടുള്ളൂ, ജില്ലാ കമ്മിറ്റി ഇത്രയേ വാങ്ങാൻ പാടുള്ളൂ, അതിലൊക്കെ നിന്നുണ്ട്. അതൊന്നും അല്ല എന്നുള്ളത് പിന്നീട് എല്ലാവർക്കും അറിയാം. ഒരാളും ഈ തെറ്റ് തിരുത്തൽ രേഖ അംഗീകരിച്ച് ഒരു തിരുത്തലിനും അടി മുതൽ മുടി വരെ തയ്യാറായിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ ഈ തിരുത്തലും തയ്യാറാവുന്നുള്ള വിശ്വാസം എനിക്കില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയ സമയത്ത് ഇതേപോലെ തന്നെ ഒരു ചർച്ച നടന്നിരുന്നു. അന്ന് അവർ പറഞ്ഞത് മേലെ നിന്ന് താഴെ നിന്ന് കേട്ടിട്ട് മേലെ തീരുമാനിക്കാമെന്ന്. അത് കേട്ടു, മേലെ തീരുമാനിച്ചു. ഒരു കാര്യവും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ ചർച്ച ചെയ്യണം. പിന്നീട് കഴിഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തോറ്റു, അവിടെയും ചർച്ചയില്ല. മുമ്പൊക്കെ ആണെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പരിഹരിച്ചു. ഭൂരിപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അന്ന് LDF ജയിച്ചു. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിച്ചു. ആ ഒരു ചരിത്രം ഇതിനു മുമ്പുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവർ ആലോചിച്ചിട്ടുണ്ടായി ഇത് തന്നെ ഇവിടെ നടക്കുന്ന. പാർലമെൻറ്റ് തോറ്റു, പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോറ്റിട്ടും തൂത്തുവാരി UDF. ഇതിൽ നിന്ന് പാഠം പഠിക്കേണ്ടതായിരുന്നു. പാർട്ടിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് തോറ്റത്, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. അതിൽ നിന്നൊരു പാഠം പാർട്ടി പഠിച്ചിട്ടില്ല, അത് ചർച്ച ചെയ്തില്ല. അപ്പോൾ അവർ വിചാരിച്ചെന്താ വെച്ചാൽ കാലാകാലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം കിട്ടും. അവർ ഉറച്ചു വിശ്വസിച്ചതാണ് ഒരു മൂന്നാം തുടർ ഭരണം ഉണ്ടാവുന്നത്. ഉറച്ചു വിശ്വസിച്ചില്ല പാർട്ടി. കാരണം അത്രയേറെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. വികസനം ഒരു കാര്യം ചെയ്യാതെ ഗവൺമെൻറ് ആയിരുന്നില്ല. കേരളത്തിൽ ഇത്രയേറെ വികസന പ്രവർത്തനം നടത്തിയൊരു ഗവൺമെൻറ് ഉണ്ടാവില്ല. അത്രയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ പാർട്ടിയെ വെറുത്തു. വരുമെന്ന് വിശ്വസിച്ചിട്ടല്ലാണ് പാർട്ടി ആകെ അങ്ങനെയല്ലേ വിശ്വസിച്ചു. തീർച്ചയായിട്ടും ഞാനും കരുതിയായിരുന്നു. കാരണം ഞാനും ഇപ്പോഴും പറയുന്നത് എന്താ, ഞാനിപ്പോൾ നാളെ എൻ്റെ ടോക്കുണ്ട് അസംബ്ലിയിൽ. ഞാൻ പറയുന്നത് ഇത്രയേറെ വികസന പ്രവർത്തനം നടത്തിയ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് വന്നില്ല, എന്തുകൊണ്ട് തിരിച്ചു? ഈ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാം നടത്തിയല്ലോ. പക്ഷെ ഇതെല്ലാം നടത്തിയിട്ടും ജനം വെറുത്തു. അതിന് കാരണം എന്തെന്നാണ് പാർട്ടി കണ്ടെത്തേണ്ടത്. അതിന് കാരണം പാർട്ടി നേതൃത്വത്തെ ജനങ്ങൾ വെറുത്തു. അത് കേവലം നേതാക്കന്മാരല്ല, അടിമുടി പാർട്ടിയിലെ നേതൃത്വത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരുടെ ഈ സ്വഭാവം, അവരുടെ പെരുമാറ്റം, അവരുടെ ജീവരീതി, 10 വർഷം ഭരണം ഉണ്ടായപ്പോൾ അവരുടെ ജീവിതത്തിലുള്ള മാറ്റം, ഇതൊക്കെ ജനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല, ജനങ്ങൾ കാണുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായും താഴെത്തട്ട് മുതൽ മുകൾ തട്ടിലുള്ള പാർട്ടി നേതാക്കളോട് സാധാരണ ജനങ്ങൾക്ക്, പാർട്ടി സഖാക്കൾക്ക് ഒരുതരം നെഗറ്റീവ് വളർന്നു, വിരോധം വളർന്നു. ഇതാണ് ഈ പറയുന്നതിൻ്റെ കാരണം. ഇത് പാർട്ടി കണ്ടെത്തണം. ഇത് പാർട്ടി കാണില്ല. പാർട്ടി അപ്പോഴും കാണാൻ സ്കോഡ് കയറിയോ വേറെ കയറിയോ എന്നൊക്കെ ചോദിക്കുക. ഇതാണ് പാർട്ടി കാണേണ്ടത്. എന്തുകൊണ്ട് പാർട്ടി നേതൃത്വത്തെ പാർട്ടി ജനങ്ങൾ വെറുക്കുന്നു? ഇത് തിരിച്ചറിയാൻ പാർട്ടി കഴിയണം. ഇതാണ് തളിപ്പറമ്പിലും പയ്യന്നൂരൊക്കെ ഉണ്ടായിട്ടുള്ള വിജയത്തിൻ്റെ അടിസ്ഥാനം നോക്കിയാൽ. പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ CPMൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം, ഇന്ത്യയിലെ, കേരളത്തിലെ അല്ല. തളിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? തളിപ്പറമ്പ് ബക്കളം സമ്മേളനം, ചരിത്ര സമ്മേളനം കേട്ടിട്ടുണ്ടെങ്കിലും കേട്ടിട്ടുണ്ടാവില്ല. മൊറാഴ, KPRനെ തൂക്കാൻ വെച്ച മൊറാഴ നടന്ന മൊറാഴ, പറശ്ശിനിക്കടവ്. ഇപ്പുറത്ത് വന്നാൽ മയ്യിൽ കയറളം എന്ന് പറഞ്ഞാൽ അറാക്കൽ, മൊറാഴ സമരനായകൻ എന്ന് പറഞ്ഞാൽ അറാക്കലിൻ്റെ നാടാണ്. കണ്ടക്കൈ കുഞ്ഞാക്കമ്മ എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയുണ്ട്. ജന്മിത്വത്തിനെതിരായി പെണ്ണുങ്ങൾ, സ്ത്രീകൾ സമരം നയിച്ച് ജമ്മിൻ്റെ മുമ്പിലേക്ക് സമരം നയിച്ച്
ക്രൂരമായ മർദ്ദനേറ്റു അങ്ങനെയുള്ള സ്ത്രീയായ ചരിത്രമുള്ളത് കണ്ടക്കൈ. എ കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന കാവുമ്പായി സമരസേനാനിയുണ്ട്, നായകനുണ്ട്. അദ്ദേഹത്തിൻ്റെ നാടാ മലപ്പെട്ട എൻ്റെ നാട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. പിന്നെ പാടിക്കൊന്ന രക്തസാക്ഷികൾ. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമാണ് പിന്നെ ഈ തളിപ്പുറം മണ്ഡലം. ആ തളിപ്പുറം മണ്ഡലത്തിൽ ഇന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോറ്റിട്ടുണ്ടെങ്കിൽ പാർട്ടി പരിശോധിക്കേണ്ട ഇവിടുന്നാണ് വോട്ട് പോയത്. പാർട്ടിയിൽ നിന്നാണ് വോട്ട് പോയത്. പാർട്ടിക്കാരാണ് വോട്ട്. എൻ്റെ നാട് മലപ്പെട്ട, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. മലപ്പെട്ട കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. കാരണം പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ഒരു ഘട്ടത്തിൽ 13 വാർഡ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്താണ് മലപ്പട്ടം. പാർട്ടിക്ക് ശക്തിയായ സ്വാധീനമുള്ളവർ. ആ മലപ്പട്ടത്ത് ഞാനും എൻ്റെ എതിർ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം കേവലം 600. അപ്പോൾ എവിടെ എത്തുന്നത്? ഈ മയ്യിൽ നിന്നാണ് 21 വാർഡുള്ളൊരു പഞ്ചായത്താണ് മയ്യിൽ. ഞാൻ ഈ പറഞ്ഞ റാക്കലിൻ്റെയും കുഞ്ഞാക്കപ്പിൻ്റെയും പാടിക്കൊന്നിൻ്റെ എല്ലാം മയ്യിൽ. അവിടെ ഞാനും ആ സ്ഥാനാർത്ഥി തമ്മിലുള്ള എതിർ സ്ഥാനാർത്ഥി തമ്മിലുള്ള വ്യത്യാസം 700 വോട്ടിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇത് വന്നത് എന്തുകൊണ്ടാണ്? ഇത് വന്നത് ജാതി മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണം എന്ന് പറഞ്ഞാൽ തള്ളിയിട്ട് കാര്യമില്ല. ഇത് വന്നത് പാർട്ടിയുടെ അടിത്തറയാണ് നൽകിയിട്ടുള്ളത്. പാർട്ടിയുടെ ആളുകളാണ് എന്നോടൊപ്പം എനിക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഏരിയ കമ്മിറ്റി മെമ്പർമാരുണ്ടാവും, പാർട്ടി ഘടകത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും, പാർട്ടി മെമ്പർമാരുണ്ടാവും. അവരൊക്കെ എനിക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അവരെല്ലാം പ്രവർത്തിക്കുന്ന അപ്പുറത്താണ്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരൊന്നും ഉണ്ടായിട്ടില്ല. അവരെല്ലാം പ്രവർത്തിക്കുന്ന അപ്പുറത്താണ്. പക്ഷെ അവർക്ക് വോട്ട് എനിക്കായത്. കാരണം അവരെ മനസ്സും പറയുന്നു ഇന്ന് പാർട്ടി തുടരുന്ന രീതി ശരിയല്ല, അത് മാറണമെന്ന് പാർട്ടി സഹാക്കളുടെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും പരസ്യമായി പറയാൻ കഴിയില്ല. അത് ഭയമാണ്. കാരണം പല ചുറ്റുപാടും വേലിക്കെട്ടുണ്ട്. അതിന്ന് പുറത്ത് കിടക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നില്ല. പക്ഷെ അവർക്ക് രഹസ്യമായി അവസരം കിട്ടിയപ്പോൾ അവരെല്ലാം വോട്ട് ചെയ്ത് തെളിയിച്ചു. ഇതാണ് ഉണ്ടായിട്ടുള്ള കാര്യം. പരിയാരം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ പഞ്ചായത്താണ്. ഇപ്പോഴും അതെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 3,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഗോവിന്ദ മാഷക്കുള്ള പഞ്ചായത്താണ്. അവിടെ എനിക്ക് 1,700 വോട്ടിൻ്റെ ഭൂരിപക്ഷം എനിക്കുണ്ടായി. കുറുമാത്തൂർ പഞ്ചായത്ത് 2,700 വോട്ടിൻ്റെ ഭൂരിപക്ഷം. കുറുമാത്തൂർ പാർട്ടിൻ്റെ ഉറച്ച പഞ്ചായത്ത് എപ്പോഴും അതെ. 4,000 വോട്ടിൻ്റെ വ്യത്യാസം LDF UDF തമ്മിലുള്ള പഞ്ചായത്ത്. അവിടെ എനിക്ക് 2,700 വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായി. എനിക്ക് കൂടുതലുണ്ടായി. അപ്പോൾ അത്ര ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ജാതി മതം നല്ല വോട്ട് ചെയ്ത് പാർട്ടിയാണ് എനിക്ക് വോട്ട് ചെയ്തത്. ആ പാർട്ടിക്കാരൊക്കെ എന്നെ വിളിക്കുകയും എന്നോട് പിന്നെ രഹസ്യമായി സൗഹൃദം പങ്കിടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ആരെങ്കിലും വിളിക്കുന്നു പറഞ്ഞാൽ അന്നേരം നേതാക്കന്മാരെ വിലക്കൊന്ന് നടപടിയെടുക്കും. എൻ്റെ ഡ്രൈവറെ പാർട്ടി മെമ്പറായിരുന്നു, ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഡ്രൈവറായതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പലരും ഭയന്നിട്ട് അത് പുറത്തു പറയാൻ ധൈര്യമില്ല. വോട്ട് രഹസ്യമായി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചെയ്തു. പല പഞ്ചായത്തുകളിലും മാന്തൂരിലൊക്കെ പഞ്ചായത്തിലൊക്കെ എല്ലാ സീറ്റുകളിലും CPM ജയിക്കാറുണ്ട്. അത് എല്ലാ സീറ്റിലും ജയിക്കാം. ആക്ച്വലി അത് മറ്റുള്ളവർക്ക് പാർട്ടിക്ക് സ്വാധീനം ഇല്ലാത്തതുകൊണ്ടാണോ അതോ ഈ പ്രതിപക്ഷം പറയുന്നത് പോലെ അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞതുപോലെ അത് ഒരു കള്ള വോട്ടിന്റെ അല്ല? അതെന്താ അറിയോ, അവിടെ പാർട്ടിയുടെ സെറ്റപ്പ് അങ്ങനെയാണ്. ഏകദേശം നമ്മളെ ഈ മറ്റേ ചില മതസംഘടനകൾ പോലെയാണ്. അതിന് പുറത്ത് കിടക്കാനാവില്ല. അതുപോലെ ഇതിൽ നിന്ന് പാർട്ടിയിലെ ആളുകൾക്ക് പരസ്യമായി പാർട്ടിക്കെതിരെ നിലപാടെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ബാങ്കുണ്ട്, പഞ്ചായത്തുണ്ട്, മറ്റു പല ഘടകങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം ഇതിൽ നിൽക്കുന്നവരാണ് പാർട്ടിക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും പരസ്യമായിട്ട് നിലപാടെടുത്തിട്ട് അവർക്കത് പുറത്തു പോകാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ പോയാൽ വലിയ എതിർപ്പ് നേരിടേണ്ടി വരും, സാമൂഹ്യമായിട്ട് ഒറ്റപ്പെടുത്തൽ നേരിടേണ്ടി വരും. അതുപോലെ അതുകൊണ്ട് ആരും അതിന് നിൽക്കില്ല ഇന്നത്തെ കാലത്ത്. നമുക്ക് മനസ്സിലുള്ള വോട്ട് ചെയ്യും, അല്ലാതെ ഈ ചൊറക്കാരും നിൽക്കില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അതുണ്ട്. അവിടെ ഉണ്ടായിട്ടുള്ളത് അത് തന്നെയാണ്. അവിടെ സ്വതന്ത്രമായി ആ പഞ്ചായത്തിൽ ഇഷ്ടം പോലെ വോട്ട് ചെയ്യാൻ അനുവദിച്ചാൽ CPM-ന് ഇനിയും വോട്ട് കുറയും. ഇവരവിടെ കയറി പ്രചരിപ്പിച്ചെന്താ അറിയാം, നിങ്ങൾ UDF-ന് വോട്ട് ചെയ്താൽ, ഗോവിന്ദ മാഷക്ക് വോട്ട് ചെയ്താൽ അത് ഞങ്ങൾ കാണും. ഇതാണ് ഓരോ വീട്ടിലും കയറി പറഞ്ഞത്. എന്നോടൊരു അധ്യാപകൻ വിളിച്ചു ചോദിക്കാം അതിങ്ങനെ അല്ല, ഞാനിങ്ങനെ ചെയ്താൽ കാണും, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു അധ്യാപകനാണ്. ഞാൻ പറഞ്ഞു മാഷേ നിങ്ങൾ അധ്യാപകനല്ല. അപ്പോൾ ഇതാണ് ഒരു 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 അധ്യാപകൻ അങ്ങനെ പറയണമെങ്കിൽ സാധാരണക്കാരൻ്റെ മനസ്സത്തിലായിരിക്കും. അങ്ങനെ വീടാനും കയറി ഭീഷണിപ്പെടുത്താണ്. ആരാ വോട്ട് ചെയ്യുക? ധൈര്യം കാണിക്കുമോ? എന്നിട്ടും 10-15,000 വോട്ട് കിട്ടുന്നതിൽ 9,000 താഴെ വോട്ടായി. 4,000 വോട്ടിൻ്റെ കുറവിൽ ആദ്യം പഞ്ചായത്തിൽ പരിപാടി ഉണ്ടായി. 2 ബൂത്തിന് എനിക്ക് ഭൂരിപക്ഷം ഉണ്ടായി. ആന്തൂരിൽ ഞെട്ടിപ്പോയിട്ടില്ലേ അവർ, ആന്തൂർ പഞ്ചായത്തിൽ. അപ്പം ജനങ്ങൾ ആ രീതിയിൽ തന്നെ എല്ലാവരും എന്നോട് രഹസ്യമായിട്ട് പറയുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ഞാൻ ആരും പോയിട്ടില്ല. എനിക്ക് പ്രവർത്തിക്കാൻ ഏതൊരു 10 ദിവസമാണ് കിട്ടി. ഒരു വീട്ടിൽ ഞാൻ കയറി എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല. എൻ്റെ അയൽവക്കത്തുള്ള വീട്ടിൽ പോലും ഞാൻ കയറിയിട്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല.
പൊതു ക്യാമ്പയിൻ്റെ ഭാഗത്തായിട്ട് പത്രസമ്മേളനവും കാര്യങ്ങളും പൊതു ക്യാമ്പയിനിലായിട്ട് സ്വമേധയാ ആൾ വോട്ട് ചെയ്തതാണ്. യഥാർത്ഥത്തിൽ എനിക്ക് എൻ്റെ നിലപാട് ജനങ്ങളോട് ഇനിയും പറയാനും സംവദിക്കാനും അവസരമുണ്ടെങ്കിൽ ഇതിനേക്കാളൊക്കെ വമ്പിച്ച വോട്ടിൻ്റെ ഭൂരിപക്ഷം എനിക്ക് ഇപ്പോൾ 13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണെങ്കിൽ എങ്ങനെയായാലും ഒരു 30,000-40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും. പക്ഷേ എനിക്കതിന് പറ്റിയിട്ടില്ല, 10 ദിവസം കിട്ടിയിട്ടില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് അത്രയേറെ അമർഷം ജനങ്ങൾക്കുണ്ട്. ഈ അമർഷം CPM തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇനിയും വലിയ താഴ്ച വന്നിരുന്നു. തീർച്ചയായിട്ടും അവിടുത്തെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഈ അമർഷത്തിൽ ഞാൻ ഈ പാർട്ടി തകരണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. കേരളത്തിൽ പ്രത്യേകിച്ച് CPM തകരാൻ പാടില്ല. കേരളം CPM ശക്തമായി നിലനിൽക്കണം എന്നുള്ള ആഗ്രഹക്കാരനാണ്. കാരണം എന്താ വെച്ചാൽ CPM തകർന്നാൽ നമ്മളൊരു സാമൂഹ്യ സന്തുലനാവസ്ഥക്ക് തന്നെ മാറ്റം വരും. ഇപ്പം തന്നെ 3 സീറ്റ് BJPക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രത്യാഘാതം കേരളത്തിലുണ്ടാക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ CPM തകരണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ CPM തകരാതിരിക്കണമെങ്കിൽ CPM തിരുത്തണം. ഇല്ലെങ്കിൽ ബംഗാളിൻ്റെ അവസ്ഥയിലേക്ക് വരും. ബംഗാൾ 35 കൊല്ലം ഭരിച്ച പാർട്ടിയാണ്. ഇന്ന് ഒരു സീറ്റാണ്. ഒരു സീറ്റിന് വേണ്ടി എത്ര കൊല്ലം കാത്തിക്കേണ്ടി വന്ന് നോക്കണം. എന്നിട്ട് ഈ കഴിഞ്ഞ ഇലക്ഷന് ഒരു സീറ്റ് കിട്ടി, ഒരു സീറ്റ്. പക്ഷെ താങ്കൾ ഇന്നലെ വരെ ഭാഗമായിരുന്ന പാർട്ടിയാണിത്. താങ്കൾ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ അപജയം ഉണ്ടായി, ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നൊക്കെ ഈ ഇലക്ഷന്റെ സമയത്താണോ TK ഗോവിന്ദൻ മാഷ് തിരിച്ചറിയുന്നത്? ഇത്രയും നാള് അകത്തിരുന്ന് ഇതിനോടൊക്കെ യോജിച്ച് സമരസപ്പെട്ട പാർട്ടിയുടെ ഭാഗമായിരുന്നിട്ട് പെട്ടെന്നൊരു നാള് പുറത്തു വന്നിട്ട് ഇതിനെ ഒപ്പോസ് ചെയ്യുന്നതിൽ ഒരു കാപട്യമില്ലേ? അതെ, അങ്ങനെ ആൾക്ക് തോന്നാം, അത് അങ്ങനെ തോന്നാം. പക്ഷേ ഇത് ഞാനിപ്പോൾ പുറത്തുനിന്ന് ഒരു നിമിഷത്തിലുള്ളൊരു കാര്യം കൊണ്ടല്ല ഈ പറയുന്ന കാര്യം. ഞാൻ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തുകൊണ്ടേയുണ്ട്. പാർട്ടിയിൽ ചർച്ച ഉന്നയിക്കുന്നുണ്ട്, തിരുത്തണം, പാർട്ടി തിരുത്തണം, ഇല്ലെങ്കിൽ ബംഗാളാവുമെന്ന് ഞാൻ പല കമ്മിറ്റിയിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മാത്രം പറഞ്ഞല്ലായിരുന്നു. അതിൽ തുടർച്ചയായിട്ട് വരുമ്പം അല്ലാണ്ട് ഒരു നിമിഷം ഒരു നൈമിഷികം ഇതിൽ വന്നിട്ട് വന്നതല്ല, അങ്ങനെ അല്ല. ഇത് ഞാൻ പാർട്ടി നിരന്തരമായി ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും എവിടെയും തിരുത്താൻ അവരാരും ചെയ്യല്ല. കാരണം അധികാരം നമ്മുടെ കയ്യിലുണ്ടല്ലോ. അധികാരം കയ്യിലുണ്ടാകുമ്പോൾ അധികാരം വെച്ച് എല്ലാ കാര്യവും നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് എനിക്ക്. തിരുത്താൻ തയ്യാറാവില്ല, താഴെ നോക്കുന്നില്ല. ഇത് ഞാൻ പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഞാൻ വന്നതല്ല, പാർട്ടിയിൽ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഒരു ചർച്ച നടക്കുമ്പോൾ തന്നെ പാർട്ടി വിട്ടു വരാൻ പറ്റില്ല. തിരുത്തൽ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ഇത് ഒരു കാരണമായിട്ട് കിട്ടിയെന്ന് മാത്രം. ഈ കുടുംബാധിപത്യം ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ ചർച്ചകൾ ചെയ്തിട്ട് ഒന്നും പരിഗണിക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ അതിലൊരു പ്രതിഷേധം രേഖപ്പെടുത്താന്നുള്ള എനിക്ക് ഞാനൊരു നിലപാട് ഇപ്പോൾ എടുത്തത്. അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് മുമ്പേ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു കുറച്ച് വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് ഒരു അങ്ങനെ പാർട്ടി പ്രവർത്തകനായിട്ടാണ് പുറത്തൊക്കെ അറിയുന്നത്. അങ്ങ് ഉൾപ്പെടെ ഇത്തവണ 5 മുൻ CPMകാരാണ് മത്സരിച്ചത്. അതിൽ 3 മുൻ MLAമാരും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴാണ് എല്ലാവർക്കും തിരിച്ചറിവ് ഉണ്ടാവുകയും എല്ലാവരും പാർട്ടിയുടെ അപജയത്തെക്കുറിച്ചും സ്വേച്ഛാധിപത്യത്തെ പറ്റിയും മറ്റുമൊക്കെ പറഞ്ഞ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ താങ്കൾ പാർട്ടി ശുദ്ധീകരിക്കപ്പെടണമെന്ന് പറയുന്നു. പക്ഷെ താങ്കൾക്ക് ഉൾപ്പെടെ ഈ പാർലമെന്ററി വ്യാമോഹമല്ലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതല്ലേ ഈ തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിന്നത്? യെസ്. അപ്പോൾ അത് പിന്നെ അവർ പറഞ്ഞ് പരത്തുന്ന ഒരു കാര്യം കൂടിയാണത്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയാം, പയ്യന്നൂർ ആ കണക്ക് സംബന്ധിച്ച് പാർട്ടിയിൽ ചർച്ച ഞാനതിൽ വലിയ പങ്ക് വഹിച്ചാണ്. ഇത് പാർട്ടി ഘടകങ്ങളിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനവിടെ പയ്യന്നൂർ പാർട്ടിയിൽ ഒരുപാട് ഇടപെട്ട ഒരാളാണ്. യഥാർത്ഥത്തിൽ ആ കണക്കിനെ സംബന്ധിച്ച് അവിശ്വാസം വരികയും ചർച്ച ചെയ്യുകയും ചെയ്തല്ലോ. അത് പാർട്ടിയാകെ അംഗീകരിക്കാത്തതാണ്. പാർട്ടിയിലേക്ക് ഒരു കൃത്രിമ കണക്കുണ്ടാക്കി അത് അംഗീകരിച്ചോളെന്ന് പറഞ്ഞിട്ട് അംഗീകരിപ്പിക്കാം. പക്ഷേ ജനത അംഗീകരിക്കുന്നില്ല. വ്യക്തമായ തെളിവ് ഈ കുഞ്ഞികൃഷ്ണൻ്റെ അടുത്തുണ്ട്, ഇതിൻ്റെ രേഖകളുണ്ട്. ഇത് വെച്ചുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ പറയുകയാണ് ഇത് തെറ്റാണ്, ഈ കണക്ക് ശരിയല്ല. ആക്ച്വലി പാർട്ടി ചെയ്യേണ്ടത് ഈ കണക്കത്തിൽ കൃത്രിമം കാണിച്ച ആളെ വീട്ടിൽ പാർട്ടി നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് പയ്യന്നൂർ പ്രതിഭാസം ഉണ്ടാവില്ല, ഒരു സംശയവുമില്ല. അവരെ സംരക്ഷിച്ചു. ഇത് പാർട്ടിയിൽ ഒരു സുപ്രഭാതത്തില്ല. പാർട്ടിയിൽ ചർച്ച എത്ര കാലം ചർച്ച ചെയ്തു. അത് എനിക്ക് തോന്നുന്നത് ഈ കോവിഡിൻ്റെ കാലത്ത് തന്നെ ഈ വിഷയം ഉണ്ടായി. പക്ഷെ പിന്നെ നീണ്ടുകൊണ്ട് പോയതാ. എന്നിട്ട് അവസാനമാണ് ഇത് ചർച്ച ചെയ്തത്. അവസാനം ചർച്ച ചെയ്തപ്പോൾ ഈ കണക്ക് ബോധ്യപ്പെടണ്ടേ, ഏതെങ്കിലും കമ്മിറ്റിയിൽ ബോധ്യപ്പെടണ്ടേ, അല്ലെങ്കിൽ പാർട്ടിയിലെ ജനങ്ങളോട് പറഞ്ഞ് അവർക്ക് ബോധ്യം വരണ്ടേ. 3 കണക്കാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ഒന്ന് അവിടെ ഒരു പിന്നെ ബിൽഡിങ്, ഈ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസത്തിന് അതിൻ്റെ കണക്ക്, മറ്റൊന്ന് ഇലക്ഷൻ്റെ കണക്ക്, മറ്റൊന്ന് രക്തസാക്ഷി ഫണ്ട്, അവർ RS സഖാവിനെ കൊലപ്പെടുത്തതിൻ്റെ ഫണ്ട്. ഈ 3 ഫണ്ടിൻ്റെയും കണക്കുകളാണ് അവിടെ പരിശോധിച്ചത്. വൻ
കൃത്രിമമുണ്ട് ഈ കണക്കിൽ നിന്നാണ് കുഞ്ഞികൃഷ്ണൻ പാർട്ടി ധരിപ്പിച്ചത്. പാർട്ടി വിശ്വസിക്കുന്നതല്ല, പാർട്ടിയിൽ വെച്ചത്. കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു അവിടെ ആയിരുന്നു. പിന്നീട് കൃഷ്ണൻ വലിയ നേതാവൊന്നും ആയിട്ടില്ലെങ്കിലും ബാങ്ക് ജീവനക്കാരനായിരുന്നു, ബാങ്ക് സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പാർട്ടിയിൽ ഫുൾ ടൈം പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞികൃഷ്ണൻ ഈ രേഖ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി കുഞ്ഞികൃഷ്ണനെയാണ് പാർട്ടി ചുമതലപ്പെടുത്തിയത്. കാരണം ഇവൻ ബാങ്ക് സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആളാണ്. കുഞ്ഞികൃഷ്ണനാണ് ചുമതലപ്പെടുത്തിയത്. കുഞ്ഞികൃഷ്ണനാണ് ഇത് ഓഡിറ്റ് ചെയ്തിട്ട് കണ്ടെത്തുന്നത് കൃത്രിമമുണ്ടിൽ. അത് കണ്ടെത്തി കഴിഞ്ഞാൽ ആ കൃത്രിമത്തിന് കൂട്ട് നിന്നിട്ടില്ല, അല്ലെങ്കിൽ കൃത്രിമത്തിൻ്റെ കാരണക്കാരനായ അയാൾ വീട്ടിൽ പാർട്ടി നടപടി എടുത്തിരുന്നെങ്കിൽ, എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ പാർട്ടിക്ക് ഇന്ന് ഡാമേജ് ഉണ്ടാവില്ല. അല്ല, ഞാൻ ചോദിച്ചത് അതല്ല. നിങ്ങളുടെ എല്ലാ നിർണായക തീരുമാനം വരുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അതെന്തുകൊണ്ടാണ്? അതൊരു സ്വാഭാവിക നടപടിയാണ്, അതിലൊരു അസ്വാഭാവികത. അല്ല, അത് അതിൽ അസ്വാഭാവിക സ്വാഭാവികത എന്താ കാരണം അറിയോ? ഈ ചർച്ചകളൊക്കെ ചില പ്രത്യേക നിമിത്തങ്ങളുണ്ടാവും, ഏതൊന്നിനും അതുണ്ടാവും. ആ ഒരു നിമിത്തമാണ് ഈ ഇലക്ഷൻ. അതൊരു നിമിത്തമാണ് ഈ ഇലക്ഷൻ. കാരണം ഈ ഇലക്ഷൻ്റെ പിന്നെ വരുന്നതിന് മുമ്പേ ബൂത്ത് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റികളൊക്കെ പിന്നെ സംഘടിപ്പിക്കാൻ എല്ലാ പ്രവർത്തനം നിന്നതല്ലേ ഞാൻ. പക്ഷേ ഇതൊക്കെ പാർട്ടിയിൽ പറയുമ്പോഴും ഇത്തരം കാര്യം അടിച്ചേൽപ്പിച്ച് വരുമ്പം ഇതൊരു നിമിത്തമായിട്ടെടുത്തു. ഇത് ആക്ച്വലി ഇത് ഒരു നിമിത്തമായി മാറായിട്ടുള്ളത്.